നീല നീല നീലമലയിൽ സ്വാമി മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നടിഞ്ഞ കോവിലിനുള്ളിൽ നീലണിഞ്ഞു നിൻ രൂപം നീല നീല നീലമലയിൽ സ്വാമി മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നടിഞ്ഞ കോവിലിനുള്ളിൽ നീലണിഞ്ഞ നിൻ രൂപം സ്വാമി 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 ശരണമയ്യപ്പ ഹരിഹര സുതരഖില വരദനയ്യപ്പ സ്വാമി 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 ശരണമയ്യപ്പ അയ്യപ്പ ഹരിഹര സുതരഖില വരദനയ്യപ്പ ഹരിഹര സുതനയ്യൻ അറിവിൻ പൊരുളയ്യൻ ഹരിഹര അറിവിൻ പൊരുളയ്യൻ ആനന്ദരൂപനയ്യനേ നീ വാഴനേ അയ്യപ്പ ആനന്ദരൂപനയ്യനയ്യനേ അകമേ നീ വാഴനേ അയ്യപ്പ ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കണ്ണണ്ട ദൈവമേ സ്വാമി സന്ധ്യാതിരൂപനേ സംഗീതപ്രിയനേ സിന്ദൂരവർണ്ണനേ സ്വാമി പൂവഴിക്കാടിനു ചാരി പുണ്യാഹക്കടവ് പുലരും സമരം സുന്ദരശീലേ പൂവഴിക്കാടിനു ചാരി പുണ്യാഹക്കടവ് പുലരും സമരം സുന്ദരശീലേ സ്വാമിക്ക് പമ്പയൊരു കൂടൂര് ആത്മാവല്ലയോ കോവില് സ്വാമിക്ക് പമ്പയൊരു കൂടൂര് ആത്മാവല്ലയോ കോവില് ഉടയോര് പകരും ഉയരാത കീർത്തനം അതീണമടിയന്റെ സങ്കടം സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ സ്വരഭൂതമലരാക്കി തീർക്കണേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ സ്വരഭൂതമലരാക്കി തീർക്കണേ മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാമം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമേ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതു ന വാ പഞ്ചകോശ ന വാ പാണിപാദം ന ചോപസ്ഥപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗോ ന മേ ലോഭമോഹോ ന മേ വൈമതോ നൈവ മാത്സര്യഭാവഃ
न धर्मो न शार्थो न कामो न मोक्षः चिदानन्दरूपः शिवोऽहं शिवोऽहं चिदानन्दरूपः शिवोऽहं शिवोऽहं चिदानन्दरूपः शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न दीपं न वेदा न यज्ञः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूपः शिवोऽहं शिवोऽहं चिदानन्दरूपः शिवोऽहं शिवोऽहं चिदानन्दरूपः शिवोऽहं शिवोऽहं. അവരാദ്യം നിങ്ങളെ ഇവിടെ പെർഫോം ചെയ്ത് കാണിക്കുന്നത് താടാസനമാണ്. കൈകൾ രണ്ടും ശരീരത്തിന്റെ കൂടെ ചേർത്ത് വെക്കുക. കാലുകൾ രണ്ടും അടുപ്പിച്ച് വെച്ച് കൈകൾ കോർത്ത് തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്താം. അതിനോടൊപ്പം കാലുകളൂടെ ഉയർത്തി പരമാവധി ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് താടാസനം. നിങ്ങൾ ഇവിടെ കണ്ടു താടാസനം. ഈ താടാസനം ചെയ്യുമ്പോൾ താത്തിടാം, അവരെ വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കാണിക്കും. താടാസനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശരീരത്തിന്റെ ബാലൻസിങ് വളരെ രീതിയിൽ നന്നാക്കി കൊണ്ടുപോകുന്നതിന് താടാസനം സഹായിക്കും. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ യുവാക്കളൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉയരം കുറവാണെങ്കിൽ ഈ താടാസനം ചെയ്താൽ പെട്ടെന്ന് ഉയരം വർദ്ധിക്കും. ഇപ്പം മിലിറ്ററിയിലോ അല്ല പോലീസിലോ ഒക്കെ പോകുമ്പോൾ ഉയരം കുറച്ച് കുറവാണെങ്കിൽ അവർ ഒരു 2-3 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അഭ്യസിച്ചാൽ നല്ല ഉയരം വെക്കാനായിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡയബറ്റിക്സിന് ഈ കാലുകൾ ഉയർത്തുകയും താക്കുകയും ചെയ്യുന്ന ഇത് പൊസിഷൻ ഡയബറ്റിക്സിനൊക്കെ ബെറ്റർ ആണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ ശരീരത്തിനൊരു വലിവ്, മൊത്തത്തിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ താടാസനം ഹെൽപ്പ് ചെയ്യും. അടുത്തതായി അവർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വൃക്ഷാസനമാണ്. നിങ്ങളൊക്കെ യോഗ പോസ്റ്റർ ഒത്തിരി കേട്ടിട്ടുള്ളതായിരിക്കും. വൃക്ഷാസനം 2 കാലും അടുപ്പിച്ച് വെച്ച് കൈകൾ ചേർത്ത് വെച്ച് നിൽക്കുക. ഒരു കാല് വലത് കാല് കാലിന്റെ മുട്ടിലേക്ക് കയറ്റി വെച്ച് കൈകൾ രണ്ടും നേരെ മുകളിലേക്ക് ഉയർത്തി ദൂരേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് വൃക്ഷാസനം. ഒറ്റ കാലിൽ നമ്മൾ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ ഒരു ഏകാഗ്രത കുട്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഒരു ഏകാഗ്രത കിട്ടും, പഠിക്കാനൊക്കെ ശ്രദ്ധിക്കാൻ, ഒരു അറ്റൻഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് ഈ കാലിന്റെ ബാലൻസിങ് കൊണ്ടുവരാനും ശരീരത്തിന് ബാലൻസിങ് കൊണ്ടുവരാനും ഒക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ബോഡിക്ക് മൊത്തത്തിലൊരു സ്ട്രെച്ചിങ് കിട്ടും. ഈ പറഞ്ഞതുപോലെ തന്നെ ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന ഈ വൃക്ഷാസനം. ഇതാണ് വൃക്ഷാസനത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതായി കാണിക്കുന്നത് അവർ ത്രികോണാസനമാണ്. കാലുകൾ രണ്ടും അകത്തി വെച്ച് കൈകൾ ശരീരത്തിന് സമനിലയിൽ കൊണ്ടുവന്ന് ഒരു വശത്തേക്ക് കൈകൾ നന്നായി ചരിച്ച് നമ്മുടെ കാൽപാദത്തിലോ അല്ലെങ്കിൽ കാൽമുട്ട് വരെയോ കൊണ്ടുവരെ തൊടാനായിട്ട് ശ്രമിക്കുക. അടുത്ത കൈ മുകളിലേക്ക് ഉയർത്തി ആ കൈകളിലേക്കാണ് നോട്ടം കൊണ്ടുവരേണ്ടത്. ത്രികോണാസനം ഈ പൊസിഷനിലാണ് വരുന്നത്. ഇതും നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് സ്ട്രെച്ചിങ് കിട്ടുന്ന 3 ആസനങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നന്നായി സ്ട്രെച്ചിങ് കിട്ടാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡി ബാലൻസിങ്ങിനും ഒക്കെ നമ്മളെ ഇത് സഹായിക്കും. ഇപ്പൊ ഇവർ ചെയ്ത് കാണിച്ചത് ത്രികോണാസനമാണ്. ഇവർ 3 ആസനാസാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്: ത്രികോണാസനം, വൃക്ഷാസനം ആൻഡ് താടാസനം. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അവരെ വിടാം. വജ്രാസനമാണ്. വജ്രാസനത്തിലേക്ക് ഇരിക്കാനായിട്ട് നമ്മൾ ആദ്യം 2 മുട്ടുകളും കുത്തി ഇങ്ങനെ നേരെ നിവർന്ന് നിന്നിട്ട് കാൽ വിരലുകൾ പരത്തി വെച്ച് അതിലേക്ക് ഇരിക്കുക. നല്ല മുട്ടിന് ഉള്ളവർക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അത് മുട്ടുവേദനയൊക്കെ കുറഞ്ഞു കൊണ്ടുവരാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. വജ്രം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വജ്രം അല്ലെ? വജ്രം ഭൂമിയിൽ ഏറ്റവും കട്ടിയുള്ള ഒരു വസ്തുവാണ് വജ്രം എന്ന് പറയുന്നത്. അപ്പൊ വജ്രാസനം ചെയ്യുമ്പോൾ നമ്മുടെ നട്ടലിലെ വജ്രനാഡി ഉണരുകയും നമ്മുടെ മനസ്സിനെ വജ്രം പോലെ കട്ടിയുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യാനും നമ്മളെ മനസ്സിനെ സ്ട്രോങ് ആക്കാനും നമ്മുടെ മനസ്സിനെ നല്ല പ്രകാശിപ്പിക്കാൻ, വജ്രം പോലെ തിളക്കമുള്ളതാക്കാനും ഈ ആസനം സഹായിക്കും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നുമെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇരുന്നാൽ, പക്ഷെ ഇത് കുറച്ച് പരിശീലനം കൊണ്ട് പതുക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ ആഹാരം കഴിച്ചതിന് ശേഷം ചെയ്യാവുന്ന ഏക ആസനമാണിത്. വേറെ എല്ലാം ആഹാരം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇത് മാത്രം ഫുഡ് കഴിച്ച് ഉടനെ ചെയ്യാം. അതിന്റെ കാരണം നമ്മുടെ ഗ്യാസ് പ്രോബ്ലം അല്ലെ ദഹന വ്യവസ്ഥ, ഡൈജഷൻസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാസനമാണ് വജ്രാസനം. ഇപ്പൊ ഇവരിയ്ക്കുന്നത് വജ്രാസനത്തിലാണ്. ഇനി ഈ വജ്രാസനത്തിൽ നിന്ന് അവർ നേരെ ബാലാസനത്തിലേക്ക് വരികയാണ്. ബാലാസനം കുട്ടികൾ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നത് പോലെ
ഇങ്ങനെ നേരെ മുന്നോട്ട് കൈകൾ നീട്ടി നെറ്റി അവർ യോഗ മാറ്റിൽ മുട്ടിച്ച് ഈ പൊസിഷനിൽ കിടക്കുകയാണ്. അപ്പൊ ശ്വാസം ഔട്ടാണ്, ശ്വാസം പുറത്തേക്ക് അവർ വിട്ടിരിക്കുന്നത്, ഇന്നല്ല. ബാലാസനം ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിക്ക് നല്ല സ്ട്രെച്ച് വലിവ് കിട്ടും. പിന്നെ ഉറക്കം കിട്ടാനൊക്കെ നല്ല ആസനമാണിത്. കാരണം തലയിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുന്നു. അതുപോലെ പുറം വേദനയ്ക്ക് നല്ലതാണ്. നല്ല റിലാക്സേഷൻ, ഇതൊരു റിലാക്സേഷൻ പൊസിഷൻ കൂടിയാണ്. നന്നായിട്ട് നമ്മുടെ മനസ്സിന് ശാന്തത സമാധാനം ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു പൊസിഷനാണ് ഇത് ബാലാസനം. ഇനി ബാലാസനത്തിൽ നിന്ന് അവർ വരുന്നത് നേരെ ഭുജംഗാസനത്തിലേക്കാണ്. കൈകൾ കുത്തി ഈ ഒരു പൊസിഷനിൽ. ഭുജംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു പാമ്പിനെ പോലെ 10 വിരിച്ചാണ് അവർ നിൽക്കുന്നത്. കൈകൾക്ക് ബലം കിട്ടാൻ സഹായിക്കുന്നു. തൈറോയിഡിന് നല്ലൊരു ആസനമാണ്. അതിലെല്ലാം ഉപരി ഷുഗർ പേഷ്യൻസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആസനമാണ് ഇത്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് 3 മാസം കൊണ്ട് ഷുഗറിന്റെ അളവ് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ് ഈ ഭുജംഗാസനം. വളരെ നല്ലൊരു ആസനമാണ് ഭുജംഗാസനം. കൈകൾക്കൊക്കെ നല്ല ബലം കിട്ടും. ചെസ്റ്റ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. നല്ല വികാസം കിട്ടും ശ്വാസകോശത്തിന്. അവിടെ നിന്ന് പർവ്വതാസനത്തിലേക്ക് അല്ലെ അധോമുഖാസനത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ പൊസിഷനാണ് അധോമുഖാസനം. ഇതും തലയിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടും. നമുക്ക് നല്ല രീതിയിൽ ഏകാഗ്രത കിട്ടാനും അതുപോലെ ഡൈജഷൻസിനും കാലിൻ്റെയും കൈകളുടെയും പേശിക്ക് ബലം കിട്ടാനും വേദന മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആസനമാണ് ഈ നിൽക്കുന്ന പോസ്. പർവ്വതാസനം എന്നും പറയും, അധോമുഖാസനം എന്നും പറയും. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ ഭുജംഗാസനത്തിലേക്ക് തിരിച്ചു വരാം. ഭുജംഗാസനത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ നേരെ ബാലാസനത്തിലേക്ക് പോയി നമുക്ക് തിരിച്ചെങ്ങനെ വരാം? വജ്രാസനത്തിലേക്ക് തിരിച്ചു വന്ന് ആ പൊസിഷനിൽ വരാം. അതായത് അങ്ങനെ പോയി തിരിച്ചതേപടി വന്നു. ഇതുപോലെ ഒരു 6, 7, 8, 10 തവണ വരെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് ദൈനംദിനം ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരാസനം തന്നെ വിവിധ അസുഖങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അവരത് പെർഫോം ചെയ്ത് കാണിച്ചു. താങ്ക് യു. നല്ലൊരു ഗൈഡ് കൊടുത്തേ അവർക്ക്. എക്സസൈസിൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. കോവിഡിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ശ്വാസം മുട്ടൽ ഒക്കെ പോലെയുള്ള കാര്യങ്ങളായിരുന്നു. ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ ഒരു വളരെ പ്രതിവിധിയാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. കൈകൾ രണ്ടും മുന്നോട്ട് ചേർത്ത് പിടിക്കാം, നന്നായി നീട്ടി പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും നന്നായി നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി, ശ്വാസം വിട്ടുകൊണ്ട് അത് അടയ്ക്കാം. ഈ ഒരു പൊസിഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ഒരു 5, 6, 8, 10 തവണ വരെ ആവർത്തിക്കാം. അപ്പൊ നല്ല രീതിയിൽ ബ്രീത്ത്, ഓക്സിജന്റെ അളവ് പരമാവധി നമ്മുടെ ശരീരത്തിലേക്ക് കയറി എല്ലാ ഞാടി ഞരമ്പുകളിലേക്കും ഓക്സിജൻ എത്തിക്കാൻ. ഓക്സിജൻ പല സ്ഥലത്തോട്ടും എത്തുന്നതിന്റെ അഭാവം കൊണ്ടാണ് ഈ കൈമരപ്പ്, കൈവേദന, കാല് മരപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അങ്ങോട്ടേക്കൊക്കെ ഓക്സിജന്റെ അളവ് കുറവാണ് എത്തുന്നത്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന്റെ ഒക്കെ കാലൊക്കെ കറക്കും. എന്തുകൊണ്ടാ? ഓക്സിജന്റെ അളവ് കുറയുന്നു. അങ്ങോട്ടേക്ക് ഓക്സിജൻ എത്തുന്നില്ല, വേണ്ട രീതിയിൽ നമ്മുടെ പ്രാണൻ എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഇഷ്യൂ. അപ്പൊ നല്ല രീതിയിൽ ഓക്സിജനെ എത്തിക്കാനായിട്ട് അതിന്റെ അടുത്തൊരു വേരിയേഷൻ ആണ് കൈകൾ കോർക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ അവിടെ വെച്ച് കൈകൾ കോർത്തിട്ട് മുന്നോട്ടേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നിവർത്താം. നന്നായിട്ട് ശ്വാസം ഇട്ടുകൊണ്ട് അത് അടയ്ക്കാം, ക്ലോസ് ചെയ്യാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത അതിന്റെ ഒരു വേരിയേഷൻ ആണ് കൈകൾ രണ്ടും മടിയിൽ വെക്കുക. മടിയിൽ വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നന്നായി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാം. നന്നായി മുകളിലേക്ക് ഉയർത്തി അവിടെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാം. നമുക്കൊരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ്. എന്നിട്ട് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കും. അത് ഒരു 10 തവണ നമുക്ക് ആവർത്തിച്ച് ചെയ്യാവുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. 3 ബ്രീത്തിങ് എക്സസൈസ് ആണ് കാണിച്ചത്. ഇനി അവരിവിടെ കാണിക്കാൻ പോകുന്നത് പ്രാണായാമമാണ്. പ്രാണായാമം യോഗയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്ചറാണ്, ഒരു കാര്യമാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ പ്രാണനെ എടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് പ്രാണൻ കളയുന്നത്? മരിക്കുമ്പോഴാണ് പ്രാണൻ അവസാനമായി പോകുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രാണന്. പ്രാണന്റെ പ്രവാഹം അനുസരിച്ചാണ് നമ്മുടെ ഒരു പവർ ഇരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അനുലോമ വിലോമ പ്രാണായാമമാണ്. ഏത് ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന പ്രാണായാമമാണ് അനുലോമ വിലോമ പ്രാണായാമം. അതിനൊരു മുദ്രയുണ്ട്, നാസികാമുദ്ര അല്ലെങ്കിൽ വിഷ്ണുമുദ്ര എന്ന് പറയും യോഗയിൽ. അതായത് ചൂണ്ടുവിരലും നടുവിരലൂടെ മടക്കി വെച്ച് തള്ളവിരലും മോതിരവിരലുമാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. തള്ളവിരൽ കൊണ്ട് അവർ വലതു മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. 4 സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ശ്വാസം 12 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കും, ഉള്ളിൽ വെക്കും. അതായത് കുംഭക അനുഷ്ഠിക്കുക എന്ന് പറയും. ഉള്ളിൽ വെച്ചിട്ട് ആ ശ്വാസം 8 സെക്കൻഡ്സ് കൊണ്ട് വലതു മൂക്കിലൂടെ പുറത്തേക്ക് വിടും. അത് കഴിഞ്ഞ് വലതു മൂക്കിലൂടെ നമ്മൾ ശ്വാസം വിട്ട മൂക്കിലൂടെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കും നന്നായി. ആ ശ്വാസത്തെ നമ്മൾ വലത് തള്ളവിരൽ കൊണ്ട് അടച്ച് 12 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം 8 സെക്കൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ അത് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ ഇടത് മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസം വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടണം. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടണം. 2 നാഡികളാണ്, അല്ലെ നമ്മുടെ ശരീരത്തെ ഇടാ പിങ്കള എന്ന് പറയും, അല്ലെ ചന്ദ്രനാടി സൂര്യനാടി, 2 വിഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പം സൂര്യനാടിയിലൂടെ എടുക്കുന്ന ശ്വാസം ചന്ദ്രനാടിയിലൂടെ പുറത്തേക്ക് വിടുന്നു, ചന്ദ്രനാടിയിലൂടെ ശ്വാസം എടുത്ത് സൂര്യനാടിയിലൂടെ പുറത്തേക്ക് വിടുന്നു. അതാണ് അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയുന്നത്. ഒരു പ്രാണായാമം കൂടെ പരിചയപ്പെടുത്താം, ഭ്രമരി പ്രാണായാമം. ഇവിടെ 6-7 ടൈപ്പ് പ്രാണായാമം നമ്മൾ ചെയ്യുന്നുണ്ട്, ഭസ്ത്രിക, അങ്ങനെ പല പ്രാണായാമം, സൂര്യഭേദി, ചന്ദ്രഭേദി, ചന്ദ്രപ്രാണായാമം, സൂര്യപ്രാണായാമം, അങ്ങനെ ഒരു 4-5-6 തവണ രീതിയിലുള്ള പ്രാണായാമമുണ്ട്. ഇതൊക്കെ ഓരോ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഇതിപ്പോ ഭ്രമരിയാണ്. ഭ്രമരി പ്രാണായാമം ചെവിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ ചൂണ്ടുവിരൽ വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട, നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ വിരലുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. കൂടാതെ വണ്ടല്ലേ തേനീച്ച മൂളുന്നത് പോലെ മൂളുകയും ചെയ്യണം. അപ്പൊ ആ മൂളുകയും കൈകൾ അടയ്ക്കുകയും തുറക്കുകയും ഒന്നും ചെയ്യുമ്പോൾ തലയിൽ ഒരു പ്രകമ്പനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നല്ലതാണ്. എന്തിനാ? നമുക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ട്, ഏറ്റവും വലുത് ദേഷ്യം കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പ്രാണായാമങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നെ അത് മാത്രമല്ല, പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആസ്മ, അലർജി, സൈനസൈറ്റിസിന്റെ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ പോലും ഒരുപാട് പേഷ്യൻസിനെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വിടാറുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ. കാരണം അവർ പറയുന്നത് ഇനി ചെന്നിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഈ ബ്രീത്തിങ് പ്രാണായാമം ചെയ്യുക, യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് പോയി എന്നും പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് ഒത്തിരി പേര് വരാറുണ്ട്. അപ്പോൾ അവര് നിങ്ങളെ പരിചയപ്പെടുത്തിയത് പ്രാണായാമം പരിചയപ്പെടുത്തി, ബ്രീത്തിങ് എക്സസൈസ് പരിചയപ്പെടുത്തി. പിന്നെ യോഗയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനം. അത് ധ്യാനം നമ്മൾ ഇതുപോലെ ഈ ഇരിക്കുന്ന പോസ്റ്ററിന്റെ പേര് സുഖാസനം എന്നാണ്. സുഖാസനത്തിലിരുന്ന് ചിൻമുദ്ര, അതായത് ചിൻമുദ്ര നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ തള്ളവരലും ചൂണ്ടുവരലും കൂടെ ജസ്റ്റ് ടച്ച്, ആ കൈകൾ നീട്ടി കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നമ്മുടെ ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് ഒരു മ്യൂസിക് കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കുവാനായിട്ട്, അല്ലെ നമ്മളെ എന്താണ് എന്നൊന്ന് ഉറപ്പിക്കുവാനായിട്ട് ഈ മെഡിറ്റേഷൻ സഹായിക്കും. അപ്പം ഇതും ഇവിടെ ദിവസവും ചെയ്യുന്ന യോഗയുടെ ഭാഗമാണ് ഈ ബ്രീത്തിങ് എക്സസൈസും പ്രാണായാമവും മെഡിറ്റേഷനും. അതാണ് അവർ പരിചയപ്പെടുത്തിയത്. അവർക്ക് നന്ദി പറയുന്നു. നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം.
നടു പരമാവധി വളച്ചു കൊടുക്കാം. നോട്ടം കൈയുടെ മുകളിലേക്കാണ് വേണ്ടത്. വീരാസനം അല്ലെ വീരഭദ്രാസനം എന്ന് പറയും. ഇതും ശരീരത്തിന് നല്ല വലുവ് ലഭിക്കുന്നതാണ്. കൈകാലുകൾ ശക്തിപ്പെടാൻ സഹായിക്കും. നമ്മുടെ ബാലൻസ് അല്ലെങ്കിൽ സ്റ്റാമിനയൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ എനർജിയെയും കോൺഫിഡൻസിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആസനമാണ്. അത് അടുത്ത കാലിലും മാറി ചെയ്യേണ്ടതാണ്. ഒരു കാലിൽ ചെയ്തതിന് ശേഷം ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് ആണ് ഒരു കാലിൽ നിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത കാലം മാറ്റി ചെയ്യുക. കൈകൾ ഇതുപോലെ ഉയർത്തി ശ്വാസം നന്നായി എടുത്തുകൊണ്ട് പരമാവധി നടുവളച്ച് കൈകളുടെ മുകളിലേക്ക് നോട്ടം നിയന്ത്രിച്ച് നിർത്തുന്നതാണ് വീരാസനം. അടുത്തതായി അവർ ധനുരാസനമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ധനുരാസനം എന്ന് പറയുന്ന ആസനം അറിയപ്പെടുന്നത് തന്നെ കുടവയറിന്റെ അന്തകം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ തന്നെ അറിയായിരിക്കുമല്ലോ, വയറ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ആസനങ്ങളിൽ ഒന്നാണ് ഈ ധനുരാസനം. ധനുരാസനം ചെയ്യാനായിട്ട് നമ്മൾ കമന്നാണ് കിടക്കേണ്ടത്. കമന്ന് കിടക്കുക. അതെങ്ങനെയാണെന്ന് അവർ കാണിച്ചു തരും. ധനുരാസനം കമന്ന് കിടന്നിട്ട് താടി മുട്ടിച്ചു വെച്ചാണ് കിടക്കേണ്ടത്. 2 കാലും മടക്കി, മുട്ടിന്റെ അവിടെ നിന്ന് മടക്കി കൈകൾ പുറകിലൂടെ കൊണ്ടുപോയി കാലിൽ പിടിച്ച് പരമാവധി ഒരു ധനുസ് പോലെ ഉയർന്നു വരിക. അതായത് കാലും കൈകൾ നമ്മുടെ തലയും പരമാവധി ഉയർത്തി ഒരു ധനുസിന്റെ ആകൃതിയിൽ കിടക്കുക. ശരിക്കും നമ്മളത് വയറിലായിരിക്കും അപ്പൊ കിടക്കുക. വയറിന് നല്ല അമർച്ച ലഭിക്കും. അപ്പൊ നമുക്ക് നല്ല ശരീര കാന്തി ഉണ്ടാകും. അതായത് നമ്മുടെ ശരീരം കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്ട്രക്ചർ ഉണ്ടാകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ കുടവയറിന്റെ അന്തകം എന്ന് പറഞ്ഞ പോലെ വയറ് നന്നായി കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ പാൻക്രിയാസിനും ഒക്കെ നല്ല അമർച്ച ലഭിക്കുന്നതിന് ഷുഗർ ലെവൽ നന്നായിട്ട് കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് നടുവിന് നല്ലൊരു പോസ്റ്ററാണ് ഇത്. സ്പൈൻ ശക്തിപ്പെടാനായിട്ട് നല്ല സ്ട്രെങ്തൻ ലഭിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ധനുരാസനം. അടുത്തായി അവർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഉഷ്ട്രാസനമാണ്. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ ഒരു പോസാണ്. ഇതെല്ലാം ഓരോ പ്രകൃതിയിൽ നിന്നാണ് ഓരോ ആസനാസം. ഇപ്പോൾ ഭുജംഗാസനമായ അത് പാമ്പിന്റെയാണ്, മണ്ഡൂകാസനമായ തവളയുടെയാണ്, മാർജാരാസനമായ അത് പൂച്ചയുടെയാണ്. അങ്ങനെ ഓരോ ആസനവും നമ്മുടെ പ്രകൃതിയിലെ വിവിധ ജീവജാലങ്ങൾ കാണിക്കുന്ന, അല്ലെ അവരുടെ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതും നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് തന്നെ. വിരലുകൾ കുത്തിവെച്ച് 2 കൈകളും 2 സൈഡിലൂടെയും ചെരിച്ചു കൊണ്ടുപോയി കാലിന്റെ ഉപ്പൂറ്റിയിൽ പിടിക്കുക. തല പുറകോട്ടേക്ക് ചെരിച്ചിടണം. ഉഷ്ട്രാസനവും നല്ലൊരു പോസ്റ്ററാണ്. ശ്വാസകോശ ആരോഗ്യം ലഭിക്കുന്നതിന്, ശ്വാസകോശം കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും നെഞ്ച് വികാസത്തിനും ഉത്തമമാണ്. അതുപോലെ അലർജി, ആസ്മ പോലുള്ള രോഗങ്ങളെ തടയുന്നു. അതുപോലെ തന്നെ ഡൈജഷൻസ്, ദഹന പ്രക്രിയയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനമാണ്. പിന്നെ നമ്മുടെ നട്ടലിന് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പോസ്റ്ററിലൂടെ, ഉഷ്ട്രാസനം എന്ന് പറയുന്ന പോസ്റ്ററിലൂടെ നമുക്ക് ലഭിക്കും. ഇപ്പൊ ഈ കാണിച്ചതാണ് ഉഷ്ട്രാസനം. അപ്പൊ അവർ 3 ആസനങ്ങളാണ് പരിചയപ്പെടുത്തിയത്: വീരാസനം, ധനുരാസനം, ഉഷ്ട്രാസനം. ഇതെല്ലാം ദൈനംദിനം ഇവിടെ ചെയ്യുന്ന ആസനാസാണ് കേട്ടോ. ഈ വിവിധ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അവർക്ക് നല്ല കൈയടി കൊടുത്തേ. ആദ്യമായിട്ട് സേതുബന്ധനാസനമാണ്. ഇങ്ങോട്ടേക്ക് തല വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് തല വെച്ചപ്പോൾ സേതുബന്ധനാസനമാണ് പെർഫോം ചെയ്യുന്നത്. സേതുബന്ധനാസനം, സേതു അറിയാൻ നിങ്ങൾക്ക്, ഒരു ബ്രിഡ്ജ് പോസ് ആണ് ഇതിനെ പറയുക. സേതുബന്ധാസനം. കാലുകൾ മടക്കി വെക്കാം. മുട്ടുകൾ രണ്ടും മടക്കി വെച്ചിട്ട് കാൽപാദവും തലയും മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ശരീരഭാഗങ്ങളും ഉയർത്തി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവേദനയ്ക്ക് നല്ലൊരു ആസനമാണ്. കഴുത്ത് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലോട്ട് പരമാവധി ബ്ലഡ് സർക്കുലേഷൻ, ഹൃദയത്തിന്റെ വാൽവ് നന്നായിട്ട് ഓപ്പൺ ആയി ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. അപ്പം ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ഈ പറഞ്ഞ ഈ പോസ്റ്റർ. ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലൊരു ആസനമാണ്. ഇതിൽ 1 മിനിറ്റ് ഒക്കെയാണ് ഈ ഒരു പോസ്റ്ററിൽ നിൽക്കേണ്ടത് കേട്ടോ. സേതുബന്ധനാസനം. അടുത്തത് ഇവിടെ കാണിക്കുന്നത് കലാസനമാണ്. കുറച്ചുകൂടെ ഇറങ്ങി കിടക്കേണ്ടി വരും, സ്ഥലം കുറവാണ്. കലാസനം. കലാസനം എന്ന് പറഞ്ഞാൽ ഒരു കലപ്പയുടെ പോസ്റ്ററിലേക്ക് ബോഡിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് കലാസനം. കാലുകൾ രണ്ടും നേരെ മുകളിലേക്ക് ഉയർത്തി നടുവിടെ പരമാവധി പുറകോട്ടേക്ക് കൊണ്ടുപോയി കാലുകൾ രണ്ടും നിലത്ത് കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ് കലാസനം ചെയ്യുന്നത്. അപ്പൊ ഇതും ഒരുപാട് നമ്മുടെ നടുവിനും ശരീരത്തിനും മൊത്തം ഗുണം കിട്ടുന്ന ഒരു ആസനമാണ് കലാസനം. പ്രമേഹത്തിനും തൈറോയിഡിനും ഒക്കെ ബെറ്റർ ആണത്. പിന്നെ ദഹന പ്രക്രിയയ്ക്ക് നല്ലൊരു ആസനമാണ്. നടുവിന് നല്ലൊരു സ്ട്രെങ്തൻ ലഭിക്കാനായിട്ട് കലാസനം ഹെൽപ്പ് ചെയ്യും. ഇതാണ് കലാസനത്തിലുള്ളത്. തിരിച്ചു വരാം കലാസനത്തിൽ നിന്ന്. പിന്നെ അവിടുത്തെ കാണിക്കുന്ന സർവാംഗാസനമാണ്. സർവാംഗാസനം എന്ന് പറഞ്ഞാൽ യോഗയിലെ രാജാവ് എന്ന് പറയുന്നത് ശീർഷാസനമാണ്. യോഗയിലെ രാജ്ഞി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാണിക്കുന്ന ആസനമാണ്. ആസനത്തിലെ രാജ്ഞി എന്നാണ് സർവാംഗാസനം അറിയപ്പെടുന്നത്. പിന്നെ സർവ്വ അംഗങ്ങൾക്കും ശരീരത്തിന്റെ എല്ലാ അവയവത്തിനും ഒരുപോലെ ഗുണം കിട്ടുന്ന ഒരു ആസനമാണ് സർവാംഗാസനം. അതാണ് കാണിക്കുന്നത്. ഹെഡും നമ്മുടെ ചെസ്റ്റും മാത്രമേ ഇന്നുള്ളൂ. ബാക്കി മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ നേരെ താഴേക്കോട്ടാണ്. അപ്പൊ പരമാവധി ബ്ലഡ് സർക്കുലേഷൻ താഴേക്ക് ലഭിച്ച് ഹെഡിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ സഹായിക്കും.
നല്ല രീതിയിൽ ഉത്കണ്ഠ, ഭയം, മാനസിക സമ്മർദ്ദം ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ശരീരത്തിന് മൊത്തം പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ആസനമാണ് സർവാംഗാസനം. അപ്പോൾ ഇതാണ് സർവാംഗാസനം. അതിൽ നിന്ന് മാറാം. ഇനി അടുത്തത് പത്മാസനവും ഉത്ഥിത പത്മാസനവുമാണ് നമ്മളെ കാണിക്കുന്നത്. പത്മാസനം എന്ന് പറയുന്നത് വളരെ ഒരു നല്ല പോസ്റ്ററാണ്. എല്ലാവരെ കൊണ്ട് സാധിക്കുന്നതല്ല. നല്ല പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാലെടുത്ത് കയറ്റി വെക്കാൻ പലർക്കും പറ്റുമായിരിക്കും, അർത്ഥ പത്മാസനം. പക്ഷെ അടുത്ത കാലൂടെ അതിൻ്റെ അടുത്ത് വളച്ചെടുത്ത് അതിന്റെ മുകളിൽ വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലർക്കും. ഇങ്ങനെ ഇരിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ്. കസേരയിലല്ല നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പത്മാസനം എന്ന് പറയുന്നത് ഇതാണ്. ഈ പത്മാസനത്തിൽ ഇരിക്കുന്നത് പണ്ട് ഋഷിമാരൊക്കെ ധ്യാനത്തിനും അതുപോലെ തന്നെ ധ്യാനാവസ്ഥയിൽ ഇരിക്കാനും പ്രാണായാമം ചെയ്യാനും ഒക്കെയാണ് പത്മാസനത്തിൽ ഇരിക്കുക. പിന്നെ നല്ലൊരു ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്. മനുഷ്യന്റെ നട്ടൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് നമ്മുടെ സ്പൈൻ വരണമെങ്കിൽ ഈ പത്മാസനം പോസ്റ്ററിൽ തന്നെ ഇരിക്കേണ്ടി വരും. നട്ടലിന്റെ വളവൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് നല്ലതാണ് പത്മാസനം. ഈ പത്മാസനത്തിൽ നിന്ന് ഉത്ഥിത പത്മാസനം, അത് കുറച്ചുകൂടെ ട്രെയിനിങ് വേണം. കൈകളിൽ ശരീരം ഉയർത്തി നിൽക്കുക, വേണമെങ്കിൽ ഒന്ന് മൂഡ് ചെയ്യും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഉത്ഥിത പത്മാസനം. ഇത് കണ്ടോ അപ്പൊ കൈയൊക്കെ നല്ല സ്ട്രെങ്തൺ ആവും. ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇവർ പലരും ചെയ്യും, പക്ഷെ പെർഫെക്ഷൻ എങ്ങനെ ഇവിടെ വരുമ്പോൾ കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് പലരും ഇതിനകത്തോട്ട് ഉൾപ്പെടാതിരുന്നത്. അതുകൊണ്ട് പലരും ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഒരുപാട് പേര് ഈ കലാസനം ചെയ്യുന്നുണ്ട്, സർവാംഗാസനം ചെയ്യുന്നുണ്ട്, പത്മാസനം ചെയ്യുന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. പതുക്കെ ആയി വന്നതാണ് അവർ ഈ ഒരു വർഷം കൊണ്ട് കേട്ടോ. ഒരു 3 മാസം കൊണ്ടേ നമ്മുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിളായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ നമ്മുടെ യോഗാസനസ് എല്ലാം നമ്മളൊന്ന് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇനി നല്ല 2 കിടിലം പെർഫോമൻസോട് കൂടി നമ്മുടെ പെർഫോമൻസ് ഇവിടെ നിർത്താം. നമ്മൾ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചന്ദ്ര നമസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല പലരും. ചന്ദ്ര നമസ്കാരമാണ് അവരിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. നാഗഭൂഷിത പദങ്ങളും എന്നുള്ളൊരു സോങ് ആണ് അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ചന്ദ്ര നമസ്കാരം സൂര്യ നമസ്കാരത്തിനേക്കാൾ സ്ട്രെച്ചിങ് വേണ്ട ഒരു കാര്യമാണ് ചന്ദ്ര നമസ്കാരം. കുറച്ച് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി വേണം. സൂര്യ നമസ്കാരത്തിനേക്കാൾ ആസനാസ് സൂര്യ നമസ്കാരം 12 പോസസ് ആണെങ്കിൽ ചന്ദ്ര നമസ്കാരം 14 പോസസ് ഉണ്ട്. 2 പോസസ് കൂടെ കൂടുതലാണ് ചന്ദ്ര നമസ്കാരത്തിന്. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്തരം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവനം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതപനീലകണ്ഠവും അതിൽ കുളഞ്ഞുറവിമാലയും ഭൂവിശോഭമണിയും കരങ്ങളിൽ ധമഠമാരവകളും തുണി ശൂലവാണേ ശൂലവാണി മഹാത്രിശൂലമൃഗമുമേ നിഗതിക്കുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്തരം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവനം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതപനീലകണ്ഠവും അതിൽ കുളഞ്ഞുറവിമാലയും ഭൂവിശോഭമണിയും കരങ്ങളിൽ ധമഠമാരവകളും തുണി ശൂലവാണേ ശൂലവാണി മഹാത്രിശൂലമൃഗമുമേ നിഗതിക്കുവാൻ
കീർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. യോഗയിലൂടെ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം ആയിട്ടുള്ളൂ ഇതിന് വേണ്ടി ഈ സോങ് ഇട്ടുള്ള ഒരു പരിശീലനം ലഭിച്ചിട്ട്. പെട്ടെന്നായിരുന്നു അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നിരുന്നാലും ഈ ഒരു വർഷം കൊണ്ട് ഈ നമുക്ക് നടക്കാനും അല്ലെ ഇരിക്കാനും എഴുന്നേക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ യോഗയിലൂടെ സാധിച്ചു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഉദിക്കാമല ഈ അയ്യപ്പ സങ്കേതത്തിൽ വലിയൊരു യോഗിയുടെ മുന്നിൽ ഇങ്ങനൊരു യോഗ എന്ന് പറഞ്ഞ വലിയ ഭാഗ്യം. എല്ലാവരോടും ദേവസ്വത്തിനോടും ഇവിടുത്തെ ഓരോ കമ്മിറ്റിക്കാരോടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ വിവിധ യോഗ ക്ലബ്ബുകളിൽ നിന്ന് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടും എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം ഇവരുടെ പേരിലും അറിയിക്കുന്നു. താങ്ക് യു. ആദരവ് നൽകുവാനായിട്ട് ക്ഷേത്ര പ്രസിഡന്റ് ബാലകൃഷ്ണൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ ഞങ്ങളെ ഈ ഒരു വർഷം യോഗ പരിശീലിപ്പിച്ച് ഇത്തരത്തിലൊരു സ്റ്റേജിൽ ഞങ്ങളെ അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചത് സാറിൻ്റെ ഒരു കഴിവ് കൂടിയാണ്. അത് ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കുവാൻ പറ്റില്ല. സാറിന് ഞങ്ങൾ ഉദിക്കാമല യോഗ ക്ലബ്ബിൽ ആദരവ് ഞങ്ങളെല്ലാവരും കൂടി സാറിന് സമർപ്പിക്കുകയാണ്. ആറല്ലേ